അല്ലടാ, ഞാൻ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അയച്ചിട്ടുണ്ടെന്നേ. എസ്റ്റിമേറ്റോ? നീ അതിന് മാത്രമൊക്കെ വളർന്നു? എടാ, നമ്മൾ 5 പൈസയുടെ വരുമാനം ഇല്ലാത്തവരാണേ, അവനെ അറിയിക്കണ്ടല്ലോ. ഞാനും വിചാരിച്ചു. എടാ, നീ ഒന്നും കേട്ടില്ലല്ലോ അല്ലേ? ശരി. ഇതായി വിളിക്കണേ, ഫോൺ കാണില്ലല്ലോ. ഹലോ, ലാഭത്തെ പരിപാടി കഴിഞ്ഞു. എപ്പോഴാ വന്നെ? റിസൾട്ട് വരാൻ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ആവുന്നാ പറഞ്ഞേ. വരാൻ 1/2 മണിക്കൂർ എടുക്കുന്നു. അതെന്ത് താമസം അത്? എന്നാ ശരി. ഷെയർ ആക്കാം. 250, 250, 300, 200. കുനിഞ്ഞെടുത്തത് ഞാനാ. കുരിഞ്ഞെടുത്ത് നീ ആണെങ്കിലേ കണ്ടത് നമ്മൾ ഒരുമിച്ചല്ലേ? 250, 250. അയ്യടാ, കുനിഞ്ഞതിന് എനർജി ലോസ് ഉണ്ട്, ഫ്യൂവൽ ചാർജ്. അതുകൊണ്ട് 300 എനിക്ക്, 200 നിനക്ക്. എന്നാ നീ പൈസ താഴ്ക്കിട്, ഞാൻ കുരിഞ്ഞെടുക്കാം. അപ്പൊ ഫ്യൂൾ ചാർജ് ഈക്വൽ ആയില്ലേ? എന്നാൽ നമുക്ക് 2 പേർക്കും വേണ്ട. ഞാൻ ആ പൈസ ചേച്ചിക്ക് തിരിച്ചു കൊടുത്തേക്കാം. 300 എനിക്ക് തരാമെങ്കിൽ ഈ പൈസ തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ ആ ചേച്ചിക്ക് കൊടുക്കും. പോവാ. ഇവൻ ഇത് ആർക്കും ഇല്ലാണ്ടായി കളയൂല. ഇടാ ഒരു ഡായൂല. ചേച്ചി ഇതാണ് ഈ ആക്രാന്തം പാടില്ലാന്ന്. അപ്പൊ നിനക്കുമില്ല എനിക്കില്ല. 200 വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഞാൻ എൻ്റെ വഴിക്കോട്ടെ. ആ ബൈക്കിൽ നിന്ന് മാറി, ഞാൻ ബൈക്കാരൻ തെളിവണ്ട. ചേച്ചി, എനിക്കൊരു ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ 500 രൂപ തരാം. ചേച്ചി അത് എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്ത് തരാം. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. എൻ്റെ ക്യാഷ് മാത്രമേ ഉള്ളൂ, ഗൂഗിൾ പേയിൽ ഇല്ല, കാശില്ല. അത്യാവശ്യം ആയതുകൊണ്ട് അവിടെ വേറെ ആരും കാണുന്നില്ല, അതുകൊണ്ട് അയച്ചു പ്ലീസ്. ചേച്ചി എൻ്റെ നമ്പർ പറയാം, ഒന്ന് അയച്ചിട്ടേക്കാം. ഓക്കെ, തന്ന നമ്പറിലേക്ക് അയച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു 200, എനിക്ക് 500 കിട്ടി. ചേച്ചിയുടെ നമ്പർ കിട്ടി.